പ്രദർശിപ്പിക്കുന്നവരറിയുന്നില്ല. ഒരുപക്ഷെ നാളെ ഇവർക്ക് ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗാതിപീഠകൾ പിടിച്ച് ആശുപത്രിയിൽ ഈ പണം പോകുമെന്നും ഡോക്ടർമാർക്കും മെഡിസിൻ ഈ പണം പോകുമെന്നും. ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ ഓർക്കുക. അവർ സ്വന്തം മക്കളെ, നിങ്ങളുടെ മക്കളെ ഏത് കണ്ണിലൂടെ ആയിരിക്കും കാണുക, എന്തൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുക എന്ന് പറയാൻ കഴിയില്ല. നമ്മളിതൊക്കെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ആരായി? നമ്മൾ അവർക്ക് എഗെയിൻസ്റ്റ് ആയി എന്ന് പറയും. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പൊ കുറെ ആളുകൾ, ചില ആളുകൾ വെള്ളപൂശം നടക്കുന്നത് കൊണ്ട് മാത്രമാണ് പറയുന്നതാണ്. രജിത് കുമാർ സാറ് പറയുന്നു, ഇങ്ങനെ ശരീര പ്രദർശനം നടത്തുമ്പോൾ പ്രാക്ക് എന്നൊരു സംഭവം കിട്ടും. ആ പ്രാക്ക് കിട്ടിയതോട് കൂടിയിട്ട് അവരുടെ ശരീരത്തിന്റെ പല അവയവങ്ങൾക്കും ചിലപ്പോ ക്യാൻസർ ഒക്കെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് കേട്ടോ. ഖുറാനെ കുറിച്ച് പറയുന്നുണ്ട്, ഭഗവത്ഗീതയെ കുറിച്ച് പറയുന്നുണ്ട്, അതേപോലെ ബൈബിളിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിലെല്ലാം കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇത്തരം രീതിയിൽ ജീവിക്കുന്നത് ശരിയല്ല എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അന്നും നമ്മളിത് പറയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് ഒറ്റയടിക്ക് ഇതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? നാളെ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾ ഈ രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണോ? ഇതൊക്കെ കണ്ട് നാളെയുടെ തലമുറ ഈ രീതിയിൽ സബ്സ്ക്രിപ്ഷൻ വഴി ജീവിച്ചു പോകണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നഗ്നതാ പ്രദർശനം നടത്തണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അസുഖങ്ങളുള്ള ഒരുപാട് ആളുകളെ നമുക്കറിയാം. ലോകത്തിലെ ആദ്യത്തെ അസുഖമുള്ള ആളുകളൊന്നല്ല നമ്മളിപ്പോ പുണ്യാളന്മാരാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ, അല്ലെ? അവർക്ക് അസുഖം വന്നിട്ടുണ്ട്, അതിന് മുന്നേ ആളുകൾക്ക് അസുഖം വന്നിട്ടുണ്ട്. ഞാൻ പല ആളുകളുടെയും ഇത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോ പുണ്യാളന്മാരും പുണ്യാളത്തിമാരും ആക്കുന്നതിന് മുൻപ് രജിത് കുമാർ സാർ പറഞ്ഞ ഈ വാക്ക് കേൾക്കുക. ആർക്കും ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ്, അതിനൊരു മാറ്റമില്ല. പക്ഷെ പ്രഹസനങ്ങളെയും അതേപോലെ തന്നെ സമൂഹത്തിന് വിപത്തായി നിൽക്കുന്ന പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഈ സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. അപ്പൊ ഇങ്ങനെ ഒരു കാറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരു വീട് ചെയ്യുമ്പോൾ അതിൽ കുറച്ചെങ്കിലും ഒരു നന്മ വേണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം കേട്ടോ. കുറെ ആളുകൾ തെറി വിളിക്കാൻ വരുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ. എനിക്കങ്ങനെ പറഞ്ഞ വാക്കുകൾ പിന്നീട് മാറ്റി പറയേണ്ട ആവശ്യം വന്നിട്ടില്ല ഇതുവരെ. ആവശ്യം വരികയാണെങ്കിൽ മാറ്റിക്കോളാം. പക്ഷെ ഈ വിഷയത്തിൽ ഒരിക്കലും ഞാൻ പിന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഇപ്പൊ ഒരുപാട് യൂട്യൂബർമാര് ഇല്ല, എല്ലാവരും സ്കൂട്ടായിക്കൊണ്ടിരിക്കുകയാണ്. പേടിയാണ് എല്ലാവർക്കും, കാര്യങ്ങൾ പറയാൻ പേടിയാണെന്നുള്ളതാണ്. അങ്ങനെ കാര്യങ്ങൾ പറയാൻ പേടിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. ഇപ്പൊ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അൻസിബക്കെതിരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചവർക്ക്, എനിക്കും അതിനൊക്കെ കേസുണ്ട് ഈ വിഷയത്തിൽ. പക്ഷെ അവരാരും ആ നിലപാട് മാറ്റി പറയുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? അവർക്ക് ശക്തമായിട്ട് അറിയാം ഇത് പറയേണ്ടത് തന്നെയാണെന്നുള്ളത്. പക്ഷെ ചില കാര്യങ്ങളിൽ മാത്രം, ഈ സബ്സ്ക്രിപ്ഷൻ വീഡിയോസിൽ മാത്രം ഇത്രയും നാൾ അപരാധിച്ചിരുന്ന ആളുകളെ ഒറ്റയടിക്ക് തോളത്ത് കയറ്റിയിരുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അസുഖങ്ങൾ എല്ലാവർക്കും വരാം. നമുക്ക് രജിത് കുമാർ പറയുന്നത് കേൾക്കാം. ഞാൻ പറഞ്ഞാലാണല്ലോ കുഴപ്പം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ വീഡിയോ അത് കേൾക്കണം. സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്കെതിരെ ഞാൻ ശക്തമായി അടിച്ചിട്ടുണ്ട്. യാതൊരു സംശയമില്ല. രാത്രി 8 മണി 10 മണി തൊട്ട് വെളുപ്പാങ്കാലം 2 മണി വരെ എല്ലാം കാണിച്ചു കൊടുത്തിരിക്കുമ്പോൾ പ്രായമുള്ളവർ കണ്ടത്. കുട്ടികളുടെ കാര്യം എന്തൊന്നും ആലോചിക്കുന്നില്ല. നിന്റെ മകൻ കുറെ കഴിയുമ്പോൾ 5ാം ക്ലാസ്സിലോ 10ലെ പഠിക്കും, റൂമിനകത്തിരുന്ന് മൊബൈലിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇങ്ങനെ ഒരു സാധനമുണ്ട്, അവ ഒരു 199 രൂപ 200 രൂപ അങ്ങോട്ട് അടച്ച് ഒരു മാസം നീ പോലും അറിയുന്നില്ല. സുഖമായിട്ട് ഇത് കാണുന്നു. കുറെ കഴിഞ്ഞ് പഠനവും പോയി, അവന്റെ ഭാവിയും പോയി, എല്ലാം പോയി. പിന്നെ അവന് നടക്കണ്ടേ തോന്നി തെണ്ടിത്തിരിഞ്ഞ്. എന്റെ മക്കൾ അതൊന്നും കാണില്ല എന്ന് ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടാവും, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളോട് ഒന്നേ പറയുന്നുള്ളൂ, നിങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങളുടെ മക്കൾ എത്ര നാൾ കേൾക്കും? മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ഇതൊന്നും നമ്മളെ കൊണ്ട് പിടിച്ചു കെട്ടാൻ കഴിയില്ല. അവരുടെ സ്വഭാവം ഏതൊക്കെ രീതിയിൽ മാറുന്ന ഒരു പിടിയില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് കിട്ടുന്ന പല സ്വഭാവങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ലൈംഗിക ആസക്തിയും ഇത്തരം കാര്യങ്ങൾ കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അടുത്ത തലമുറയിലേക്ക് കൈമാറും എന്നുള്ളതാണ്. ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കുന്നു, അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ മക്കൾ, അതിനുശേഷം നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളിലേക്കും നമ്മളുടെ കുറച്ചെങ്കിലും ജീന് പകർന്നു കിട്ടുമല്ലോ. അത് ഞാൻ പറയുന്നല്ല, രജിത് കുമാർ സാറ് പറയുന്നതാണ്. അങ്ങനെ കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത്. ഇതൊന്നും കൂടാതെ നാളെ നിങ്ങളുടെ മക്കളെ സ്കൂളിൽ വെച്ച് കുട്ടികൾ കളിയാക്കുക. ഇപ്പൊ കുറെ ആളുകളുണ്ടല്ലോ, അവര് നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കും. ഇപ്പൊ ചോദിച്ചിട്ട് നിങ്ങൾ മറുപടി കൊടുത്തില്ലെങ്കിൽ ഭാവിയിൽ അവർ കുറച്ച് ഏജ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊക്കെ ചൂണ്ടി ചോദിക്കുന്നുള്ളതാണ്. ഇഷ്ടം പോലെ ജോലി സാധ്യതകൾ ഈ കേരളത്തിലുണ്ട്. എന്ത് ജോലി വേണമെങ്കിലും നമുക്ക് കുടുംബം നോക്കാം. മാന്യമായ ജോലിയായ മാത്രം മതി എന്നുള്ളതാണ്. ഇത് അന്ന് ചൂണ്ടിക്കാണിച്ചപ്പോ എല്ലാവരും കൈയടിച്ചു. ഇന്നിപ്പോ ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ തെറി വിളിക്കും. നിങ്ങൾ വിളി അങ്ങ് തെറി. പല രാഷ്ട്രീയ നേതാക്കൾക്കും, അത് ഏത് പാർട്ടിയിലാണെങ്കിലും, അവർക്ക് സീറ്റ് മതി, അവർക്ക് കസേരകൾ മതി, അവർക്ക് അധികാരങ്ങൾ മതി. പക്ഷെ കുട്ടികൾ വഴിപിഴച്ചു പോകുന്നതിന് ശ്രദ്ധിക്കാൻ ഇവിടെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാഴ്ചയാണ്. സബ്സ്ക്രിപ്ഷൻ. ഏതോ ചിലർ ഒരു മാസം 10,000 20,000 പേരുടെ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് മാസം 40 ലക്ഷം 50 ലക്ഷം 60 ലക്ഷം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞും അതിനെ പ്രോത്സാഹിപ്പിച്ചല്ല, ആ വരുമാനം കാണിച്ചുകൊണ്ട് പുതിയ തലമുറയിലെ കുട്ടികളിലേക്ക് പഠനത്തിന് താല്പര്യമുണ്ടാക്കാത്ത, ശരീരമനങ്ങി പണമുണ്ടാക്കാൻ താല്പര്യപ്പെടാതെ, ഉടായ്പിലൂടെയും സൂത്രത്തരത്തിലൂടെയും ശരീര പ്രദർശനങ്ങളിലൂടെയും
പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കുറെ കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി. ആരും പ്രതികരിച്ചു കണ്ടില്ല. ആരും പ്രതികരിച്ച് കണ്ടില്ല. പ്രതികരിച്ച ആളുകളൊക്കെ ഇപ്പേ തലയിൽ മുണ്ടിട്ട് മാറിയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തായാലും ആ പ്രസ്തുത വ്യക്തിയുടെ സബ്സ്ക്രിപ്ഷൻ ഇപ്പൊ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പോയി നോക്കാം. പേരും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ആരാ എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. 2540 പേര് 180 രൂപ വെച്ചിട്ട് 2540 പേര് കേട്ടോ. ഞാൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യട്ടെ. 2540 ഇൻറ്റു 180 4,57,200 രൂപ ഇപ്പൊ ആ വ്യക്തിക്ക് ചികിത്സക്ക് ആവശ്യം പണമാണല്ലോ, അതിൽ നിന്ന് കിട്ടും. പിന്നെ അവരുടെ വീഡിയോ വഴി തന്നെ ആളുകളോട് സഹായം ചോദിക്കുന്നുണ്ട്. സെലിബ്രിറ്റികളൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് വഴികളിലൂടെ പണം കിട്ടും. ഞാൻ 2-3 വീഡിയോയിൽ ഒരുപാട് ക്യാൻസർ പേഷ്യൻസിനെ കാണിച്ചു തന്നു. അവർക്കൊക്കെ നിങ്ങൾ കഴിയുന്ന രീതിയിൽ സഹായിക്കുക. അവരെ പോലെയുള്ള ആളുകളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. കാരണം സബ്സ്ക്രിപ്ഷൻ ഇല്ല, ഫോളോവേഴ്സ് ഇല്ല, അതുകൊണ്ട് പൈസയൊന്നും കിട്ടാൻ പോണില്ല. അപ്പൊ 4,57,000 രൂപ അവർക്കൊരു മാസം അങ്ങനെ വരുമാനം ഉണ്ട് കേട്ടോ. ഈ വരുമാനം കൊണ്ടൊക്കെ അവർക്ക് ചികിത്സിക്കാവുന്നതാണെന്നുള്ളതാണ്. കഴിഞ്ഞില്ല, സബ്സ്ക്രിപ്ഷൻ വഴി മാത്രമാണ് കേട്ടോ അത് വന്നിട്ടുള്ളത്. ബാക്കി വേറെ വഴികളിലൂടെ കിട്ടാൻ വലിയ പണിയൊന്നുമില്ല. നിങ്ങളിനി ഈ വീഡിയോയുടെ അടിയിൽ വന്ന് ചാണകം വാരി എറിഞ്ഞാലും തെറി വിളിച്ചാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അത് അവാർഡുകളും അംഗീകാരം പോലെ എനിക്ക് തോന്നുന്നു. എല്ലാം വേണം, നല്ല കാര്യങ്ങളെല്ലാം വേണം. പക്ഷേ വേണ്ടാത്ത കാര്യങ്ങൾ കൂടി വരുന്നു. 1-2 കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പുതിയ തലമുറയിലെ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന UP സ്കൂളിലെയും ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും കോളേജിലെയും വിദ്യാർത്ഥികൾ, യുവതലമുറയിലെ ആൺകുട്ടികൾ ബഹുഭൂരിപക്ഷം പേരും കുറെ പെൺകുട്ടികളും ഇങ്ങനെയുള്ള ജോലി ചെയ്യാതെ കുറെ ഉഡായിപ്പോടുകൂടി പണം ഉണ്ടാക്കുന്ന സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾ അവരുടെ ഈ വീഡിയോകൾ രാത്രി 10 മണി 11 മണിക്ക് ശേഷം വെളുപ്പാങ്കാലം 1:30-2 മണി വരെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഷാള് താഴേക്ക് വീണാൽ, മുന്താണി താഴേക്ക് വീണാൽ, സൈഡ് തെരിഞ്ഞു നിന്നാൽ, അതുപോലെ തന്നെ ബ്ലൗസിനകത്തൂടെയുള്ള ക്യാമറ ഫോക്കസ് ചെയ്തുകൊണ്ട് സ്വയം മ്ലേച്ഛമായ തരത്തിൽ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പണമുണ്ടാക്കുന്ന കുറെ കുട്ടികളല്ല, കുറെ വ്യക്തികളുടെ എണ്ണം, കുറച്ച് സഹോദരിമാരുടെ എണ്ണം കൂടി വരുന്നില്ലേ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്റെ രജിത് കുമാർ സാർ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവരങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഒരു അസുഖം വന്നാൽ അവർ പുണ്യാളത്തിയാവും, ഒറ്റയടിക്ക് പുണ്യാളത്തിയാവും. ഇങ്ങനെയൊക്കെ അപരാധിച്ച് നടന്നു കഴിഞ്ഞിട്ട് കുറെ പൈസ ഒക്കെ ഉണ്ടാക്കി അവസാനം എനിക്ക് വയ്യായിക വന്നു, എനിക്ക് അസുഖമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ആളുകൾ തിരിയുന്നുള്ളതാണ്. അത്രയും നാൾ തെറി വിളിക്കാൻ കൂടെ നിൽക്കും കേട്ടോ, അത്രയും നാൾ അവർക്ക് തീരെ ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ ഒറ്റയടിക്ക് അവര് അടിപൊളി, പുണ്യാളത്തി, പുണ്യാളൻ, ആ ഒരു പദവി കിട്ടും. കേരളത്തിൽ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകതര പ്രഹസനാണത്. എത്ര കുറ്റം ചെയ്താലും, എത്ര വൃത്തികേടുകൾ കാണിച്ചാലും, എത്ര നഗ്നത കാണിച്ചാലും ഒരു കുഞ്ഞു നിമിഷം കൊണ്ട് അവർ ഒറ്റയടുക്ക് പുണ്യാളത്തി, പുണ്യാളനാവുന്നു. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ചെയ്യുക, എല്ലാവരും അപ്പ കണ്ടവൻ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവത്തോട് കൂടിയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. സിനിമയിലോ സീരിയലുകളോ ക്യാരക്ടർ അഭിനയിക്കുന്നതിന് അന്തസ്സുണ്ട്. തിരക്കഥയ്ക്ക് അത് ആവശ്യമാണെങ്കിൽ അത് ഇംഗ്ലീഷ് സിനിമയായാലും മലയാള സിനിമയായാലും ഏത് ലാംഗ്വേജിലായാലും അവർ അത് പ്രദർശനം നടത്തുകയോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ നന്നായി അഭിനയിക്കുകയോ ചെയ്യട്ടെ. അത് ധാർമ്മികത, അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. PKയിൽ അമീർ ഖാൻ പെർഫോം ചെയ്തത് പോലും ഒരു ക്യാരക്ടറിന്റെ ഒരു ഡ്യൂട്ടിയാണ്, അവ ആവിഷ്കാരമാണ്. പക്ഷേ ഇപ്പം രാത്രികാലങ്ങളിൽ നമ്മുടെ കുട്ടികൾ പഠനമുറിയിലേക്ക് കയറിക്കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻ പാർട്ടികളായ പണത്തിന് ആസക്തി പിടിച്ച ശരീരം പ്രദർശിപ്പിക്കുന്ന കുറെ ആൾക്കാർ, ആരാണ് ഇവർ കുടുംബജീവിതം നേരെ ചൊവ്വേ നടത്തുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് കുറച്ചുപേർ ഡൈവേഴ്സ് കഴിഞ്ഞവരാണ്. അവർക്ക് പുരുഷന്മാരോട് വൈരാഗ്യവും വെറുപ്പും മാത്രമാണ്. എങ്ങനെയും തന്റെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ആൺകുട്ടികളെയും പുരുഷന്മാരെയും വേണമെങ്കിൽ ചില പെൺകുട്ടികളെ ഒക്കെ വീഴ്ത്തുന്ന തരികിട തന്ത്രങ്ങൾ. അതെ, ഈ ഹണി ട്രാപ്പ് എന്ന രീതിയിലുള്ള സംഭവം സൈഡ് കൂടെ നടക്കുന്നുണ്ട്. സിനിമക്ക് ആവശ്യമായ ക്യാരക്ടർ അത് ഏത് രീതിയിലാണെങ്കിലും അത് അഭിനയിക്കും എന്നുള്ളതാണ്. നേരെ തിരിച്ച് അത് അഭിനയിക്കണം എന്നുള്ളതുമാണ് അല്ലെ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത്. പക്ഷെ റിയൽ ലൈഫിൽ ഇങ്ങനെ നഗ്നത പ്രദർശിപ്പിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ വിധവകളുണ്ട്, താങ്കൾ പറയാൻ വിട്ടുപോയി, അതിൽ വിധവകളുണ്ട് എന്നുള്ളതാണ്. പല ആളുകളുണ്ട്. ഇതൊക്കെ കുട്ടികൾ കാണുന്നു. നാളെ എന്തിനാണ് ഇങ്ങനെ കുറെ പഠിക്കുന്നത്, ഇത് നല്ലൊരു പരിപാടിയാണല്ലോ എന്ന് കരുതിക്കൊണ്ട് ചിലപ്പോൾ മുഖത്ത് ഒരു മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ബാക്കി കാണിച്ചിട്ടുണ്ടും പൈസ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ മുഖം കാണിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ആളുകളുണ്ടല്ലോ. ഇപ്പൊ അസുഖം വന്നതുകൊണ്ട് മാത്രം പുണ്യാളത്തെയും പുണ്യാളന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ. ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഏത് ഭാഗമാണോ പ്രദർശിപ്പിച്ച് ജീവിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ കാണാൻ ആളുകൾക്ക് ആസക്തി തോന്നുകയും അതിലേക്ക് പ്രാക്ക് വീഴാനുള്ള സാധ്യതകൾ ഏറുകയും അതിലേക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് രജിത് കുമാർ സാർ പറഞ്ഞത്. അതാണ് ഇതിൽ ഏറ്റവും പ്രസ്തുതമായിട്ടുള്ള ഭാഗം. അത് കേട്ടപ്പോഴാണ് എനിക്ക് ഇത് റിയാക്ട് ചെയ്യണം തോന്നിയിട്ട്, അല്ലെങ്കിൽ ഞാനത് ഒഴിവാക്കിയേനെ.
ചില സ്ഥലങ്ങളിൽ ഭർത്താക്കന്മാരായ പുരുഷന്മാർ തന്നെ ഇതിന് ക്യാമറ പിടിച്ചു കൊടുക്കുന്നു എന്നുള്ള ന്യൂസും ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഇനി വേറെ ചില സ്ഥലങ്ങളിൽ എന്ത് കാണിച്ചും പണം ഉണ്ടാക്കുക, പണമാണ് പ്രധാനം, പണമുണ്ടായാൽ എല്ലാം നേടാൻ കഴിയുമെന്ന മിഥ്യാ ധാരണ മാത്രം. എൻ്റെ സഹോദരങ്ങളെ, പൊതുസമൂഹം നിങ്ങളെ കാണുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒരു പട്ടിയുടെ വില പോലും സമൂഹത്തിൽ ഉണ്ടാകില്ല. അതെ, ഇപ്പൊ ഒരു വില കിട്ടി. ആദ്യം നിങ്ങൾ പറഞ്ഞ വിലയായിരുന്നു, പിന്നെ അത് മാറി. ഒരു പട്ടിയുടെ വില കിട്ടി എന്നൊരു സാധനം ഇരുന്നു ആദ്യം, പിന്നെ അത് മാറി. പിന്നെ ഈ പെറ്റിനെ പോലെ പട്ടി എന്ന് പറഞ്ഞാൽ തെരുവ് പട്ടീനോട് ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് മാറിയിട്ട് വളർത്ത് പൂച്ച, വളർത്ത് നായൊക്കെ എനിക്ക് ഇഷ്ടം തോന്നും. ആ രീതിയിലേക്ക് മാറുന്നു. കുറെ കഴിഞ്ഞാല് ആളുകൾ അത് മടുക്കാതിരിക്കില്ല. അത് വരും ദിവസങ്ങൾ കാണാൻ കഴിയും, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഭർത്താക്കന്മാര് ക്യാമറ പിടിച്ചു കൊടുക്കുന്നു. എനിക്ക് തോന്നുന്നത് നീളാ നമ്പീർ എന്ന് പറയുന്ന സ്ത്രീ, അവർ പറഞ്ഞ എന്റെ ഭർത്താവ് ഭയങ്കര സപ്പോർട്ടാന്നുള്ളതാണ്. പിന്നെ വേറെ ഒരു ബിജോ അങ്ങനത്തെ ഒരാൾ, പേര് ഞാൻ മറന്നിട്ട്, അവർക്കും ക്യാമറ പിടിച്ചു കൊടുക്കാൻ ആളുകളുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. അതൊക്കെ താങ്കൾ ചൂണ്ടിക്കാണിച്ചത് എന്തായാലും നന്നായി. കുറെ ആളുകൾ അതൊക്കെ മനസ്സിലാക്കണം നല്ലതാന്നുള്ളതാണ്. ഓക്കെ, ബാക്കി ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ ഓർക്കുക. അവർ സ്വന്തം മക്കളെ, നിങ്ങളുടെ മക്കളെ ഏത് കണ്ണിലൂടെ ആയിരിക്കും കാണുക, എന്തൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുക എന്ന് പറയാൻ കഴിയില്ല. പണമില്ലെങ്കിൽ കഞ്ഞി കുടിച്ചാണെങ്കിലും, ഒരു വലിയ വരുമാനം ഇല്ലെങ്കിൽ ചെറിയ വരുമാനത്തിൽ അന്തസ്സായി ചമ്മന്തിയും കഞ്ഞിയും പയറും കഴിച്ചാണെങ്കിലും തന്റെ സംസ്കാരവും തന്റെ കുലീനത്വവും തന്റെ അഭിമാനവും നഷ്ടപ്പെടുത്താതെ ജീവിക്കാനായിട്ട് ശ്രമിച്ചാൽ. അതെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്, കഴിഞ്ഞതല്ല കാലങ്ങളായിട്ട് പറയുന്നതാണ്. ഒരു സ്ത്രീ ഉണ്ട്, ഇപ്പോ അവർ വയ്യാതിരിക്കുക എന്നല്ല പറഞ്ഞത്, ഇപ്പൊ ഭയങ്കര സഹതാപാണല്ലോ. അപ്പൊ അവരുടെ മക്കളൊക്കെ സ്കൂളിൽ പഠിക്കുന്നുണ്ടാവും. അവർക്ക് മൂത്തൊരു മകനുണ്ട്. ആ മൂത്ത മകൻ എന്ന് പറയുന്നത് അവരുടെ ബ്ലഡ് അല്ല, അവരുടെ ഭർത്താവിന്റെ ബ്ലഡാണ്. അപ്പൊ അവനൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ ഇതിങ്ങനെ കേട്ട് 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 മടുത്ത് അവസാനം ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിൽ എത്തിയപ്പോ ഒരു കാറിന്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് അവൻ കുറെ നഗ്ന സത്യങ്ങളെ വിളിച്ചു പറഞ്ഞു. അവന് അവന്റെ ഫാമിലിയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹമൊന്നും കിട്ടിയില്ല, അവിടെ നിന്നും കിട്ടിയില്ല. അവനെ ശരിക്കും അങ്ങ് മൂഞ്ചിപ്പിച്ച്, അതുകൊണ്ട് അവൻ കുറെ സത്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ അവന്റെ അച്ഛന്റെ രക്തത്തിലുള്ള ഒരു കുട്ടിയുണ്ടല്ലോ, അത് ചെറിയ പയ്യനാ. ആ ഒരു ചെറിയ പയ്യൻ സ്കൂളിൽ പോകുന്നുണ്ട് അല്ലെ. ആ സ്കൂളിൽ പോകുന്ന പയ്യനോട് ഭാവിയിൽ പല ആളുകൾ ചോദിക്കാനുള്ള ചോദ്യങ്ങളാണെന്ന് രജിത് കുമാർ സാർ പറഞ്ഞത്. കൊള്ളാം, എത്ര നല്ല ജോലികൾ ചെയ്ത് ജീവിക്കാടോ. കുഴപ്പമില്ല, അപ്പൊ പുണ്യാളന്മാരാ. ഒരുപക്ഷെ ഗുണം ലഭിക്കും. 2, ഇങ്ങനെ സമൂഹത്തിലെ ഒരുപാട് ആൾക്കാരുടെ കണ്ണുകൾ ദൃഷ്ടിദോഷം എന്ന് പലർക്കും അറിയാം. ഇങ്ങനെ തന്റെ ശരീരത്തിൽ സൗന്ദര്യം ദൈവം കൊടുത്തത് ഞാൻ വേദം പഠിച്ചുകൊണ്ട് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ജന്മങ്ങളിൽ ഒരുപാട് പുണ്യം ചെയ്ത നല്ല വ്യക്തിത്വങ്ങളാണ് ഇന്ന് കൂടുതൽ സൗന്ദര്യത്തോടുകൂടി ജനിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ അങ്ങനെ കിട്ടിയ ദൈവാനുഗ്രഹത്തോട് കിട്ടിയ സൗന്ദര്യങ്ങളെ നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ആസക്തമായ കണ്ണുകളോടെയും മനസ്സുകൊണ്ടും ചിന്തിച്ച് പലരും ഈ ശരീരത്തിന്റെ പല ഭാഗങ്ങളും ആഗ്രഹിച്ച് പ്രദർശിപ്പിക്കുന്നവരറിയുന്നില്ല. ഒരുപക്ഷെ നാളെ ഇവർക്ക് ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗാതിപീഠകൾ പിടിച്ച് ആശുപത്രിയിൽ ഈ പണം പോകുമെന്നും ഡോക്ടർമാർക്ക് മെഡിസിൻ ഈ പണം പോകുമെന്നും. എന്തൊരു ദീർഘവീക്ഷണം ആലോചിച്ച് നോക്കിയേ അല്ലെ. സബ്സ്ക്രിപ്ഷൻ വഴി ഉണ്ടാക്കുന്ന പൈസ, അല്ലെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കുന്ന പൈസ അവസാനം അത് ക്യാൻസർ ആയിട്ട് ആശുപത്രി കൊണ്ടുകൊടുക്കുന്ന അവസ്ഥ വരും എന്നുള്ളത്. എന്താ സാറ് വല്ല ജ്യോതിഷം വല്ലതും പഠിച്ചിട്ടുണ്ടോ? എന്ത് കൃത്യമായിട്ട കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ പുണ്യാളന്മാരും പുണ്യാളത്തിമാരൊക്കെ ആയിട്ടുള്ള ആളുകളാണ്. താങ്കളുടെ ആ ദീർഘവീക്ഷണം ഉണ്ടല്ലോ, അതിന് സല്യൂട്ട് കൊടുക്കണം, തംസപ്പ് കൊടുത്തല്ലേ. സോറി, ബാക്കി ഇങ്ങനെ കാണാൻ ആഗ്രഹം പൂണ്ട് ആസക്തമായി കാണുന്ന കുട്ടികളാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും യുവതലമുറയാണെങ്കിലും അവർ ഓർക്കുക, അവരിൽ നിന്ന് അടുത്ത തലമുറ ജനിക്കാൻ പോകുന്ന മക്കൾക്ക് കിട്ടുന്ന മനസ്സും ആസക്തമായി ഉണർന്ന ജീനുകളുടെ അവസ്ഥയും കൊണ്ട് ആ കുട്ടികൾ ചെറിയ കാലത്തെ അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ തന്നെ ഏത് തരത്തിലായി മാറും എന്ന് കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുന്ന അടുത്ത തലമുറ ഏറ്റവും നല്ല ഗുണമുള്ള രീതിയിൽ ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ബോധമുള്ള വ്യക്തികളുണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കുക. അതായത് ഇങ്ങനെ ജീവിക്കുന്ന സ്ത്രീകളിൽ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ ഇതേ ചിന്താഗതി ഉണ്ടാവാൻ സാധ്യത. അതുപോലെ തന്നെ ഇത് കണ്ടിട്ട് ഇങ്ങനെ ഭയങ്കര ആഗ്രഹം പൂണ്ടിട്ട് മനസ്സിനകത്ത് ഭയങ്കര വികാരം കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ടാവില്ല, അവർക്കുണ്ടാകുന്ന മക്കൾക്കും ഇത്തരം ചിന്താഗതി അവരുടെ ജീനിലൂടെ കിട്ടാനുള്ള സാധ്യത. ഇതൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. കൃത്യമായിട്ട് കുറെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പൊ ബൈബിൾ വചനങ്ങളിലും പറയുന്നുണ്ട് ഇങ്ങനെ ജീവിക്കരുത് എന്നുള്ളത്, പാപം ചെയ്യരുത് എന്നുള്ളത്. അതേപോലെ തന്നെ ഖുറാനിലും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ എന്ത് പറയാനാണ്, ചില ആളുകൾ ഇങ്ങനെ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ തന്നെ ജീവിക്കുന്നു, അങ്ങനെ കുറെ പൈസ ഉണ്ടാക്കുന്നു. രജിത് കുമാർ സാർ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഉണ്ടാക്കുന്ന സാധനം കൊണ്ട് ഇങ്ങനെ കുറെ പണി കിട്ടുന്നു എന്നുള്ളതാണ്. ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവേണ്ട എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഊഹിച്ച് മനസ്സിലാക്കാമല്ലോ അല്ലെ. അപ്പോ അങ്ങനെയാണത്രേ അത് ഉണ്ടായത്. നിങ്ങളുടെ അഭിപ്രായം ഇത് രേഖപ്പെടുത്തുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.